ലയോള കോളേജ് ഓഫ് സോഷ്യൽ സയൻസസ്. അതാണ് സംഗതി. വല്ലവരെയൊക്കെ സഹായിച്ചാലേ ഇതുങ്ങളെയൊക്കെ നമ്മുടെ റൂട്ടിൽ കൊണ്ടുവരാൻ പറ്റും. ഓ മേരാ പ്യാരാ മേശരി. अरे भाई ये मैं करेगा, आप क्या कर रहे हैं? आप आराम करो, आराम करो. क्या नाम है? रेवी. रेवी आराम करो, रेवी आराम करो. ये पूरा मैं मिक्स करेगा. आप थोड़ा पानी डालो, वो टाइम तक मैं आएगा. वो मेरे को कॉल कर रहा है, दूसरा हेल्प के लिए जाएगा. हाँ. ഓ അയ്യോ ഇതെന്താണ് മരത്തിന് വീട് വെച്ച് കൊടുക്കണ? ഞാൻ എടുത്ത് വെച്ചിരാ താവൂക്കല്. ഇതെത്ര ആറിഞ്ചിൻ്റെയാ? ഈ താവൂക്കൽ എന്തൊരു വെയിറ്റ്. ശരി. അയ്യോ ഞാൻ വിചാരിച്ചു ഇത് മുഴുവൻ എടുത്ത് വെച്ചേരാന്ന്. ഇപ്പൊ വരണോ? ഇത് തീർത്തിട്ട് മതിയാ? പോരെ ഇപ്പൊ വരണോന്ന്? കണ്ടില്ലേ മേശ്രി? അപ്പൊ ഞാൻ വരുമ്പോഴത്തേക്ക് പിന്നെ അതാണ്. ബേട്ടി ആപ്കാ നാം ക്യാ ഹൈ? ഞാൻ കഴുകി തരാം. കഴിക്കോ എത്ര വേണേലും കഴിക്കും. എവിടെയാ നാട്? നാട് കണ്ണൂര്. ഗ്ലാസ് ഇല്ലേ? അതുകൂടെ കഴുകി തരായിരുന്നു. കഷൻ ചൊറിയാൻ കൈപൊക്കി കഴിഞ്ഞാൽ വേർക്കെന്ന് പറയുന്ന മുതലാണ് നാട്ടുകാരെ സഹായിക്കാൻ നടക്കും. ആ ചുണ്ടൂടെ തുടച്ച് കൊടറാ പരിഷ്കാരി. എന്താ പേര്? ഹായ് അഞ്ജല. ഒരു വണ്ടി നിറയെ സാധനമായിട്ട് ഞാൻ വന്ന് നിൽക്കാൻ നടക്കിട്ട് കുറെ നേരമായി. ഞാനെന്താ ബംഗാളിയാ ഇതൊക്കെ ഒറ്റയ്ക്ക് ഇറക്കാൻ? വന്ന് ചുമക്കണ സാധനം. അവൻ വലിയ തേങ്ങ. ലോകമെമ്പാടുമുള്ള എല്ലാ സൂര്യ ടിവി പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് നിങ്ങളുടെ സ്വന്തം മൈജി ഫ്യൂച്ചർ അടിച്ച് കേറി വാ, കോ-ബ്രാൻഡഡ് ബൈ KSFE ഹാർമോണി ചിട്ടികൾ ആൻഡ് സ്പെഷ്യൽ പാർട്ണർ ISSD. ഒരു ജോലിക്ക് വേണ്ടി പഠിക്കണമെങ്കിൽ പഠിക്കൂ ISSD ആൻഡ് ഹാപ്പി ജാസ്. ഒരു വണ്ടി നിറയെ സാധനങ്ങളുമായി കേരളം മൊത്തം ഞങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കറങ്ങി ഞങ്ങൾ എത്തിയിരിക്കുന്നു. എവിടെയാണ് മച്ചാൻ? അയ്യാ നമ്മുടെ തലസ്ഥാനം തിരുവനന്തപുരത്ത് എവിടെയാണെന്ന് അറിയാവോ നിനക്ക്? നമ്മുടെ സ്വന്തം ശ്രീകാര്യം ലോയോള കോളേജ്. Make some noise. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഇന്ന് തട്ടിനകം ബ്രദേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. ക്ലബ്ബ് തട്ടിനകം ബ്രദേഴ്സ്. അപ്പോ നമ്മള് രണ്ട് സുന്ദരിമാരെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടല്ലോ. അളിയാ നീ അറിഞ്ഞില്ലേ? ഇല്ല, അറിഞ്ഞില്ല. നമ്മുടെ സൂര്യ ടിവിയിൽ വരാൻ പോകുന്നത് ഒരു പരമ്പര എന്ന് പറഞ്ഞാൽ ചില്ലറ പരമ്പരയൊന്നുമല്ല. ഏതാ പരമ്പര? ഒരു KK രാജീവ് പരമ്പര. പെയ്തൊഴിയാതെ. ആടിപ്പൊളി. പെയ്തൊഴിയാതെ. ചിറാപ്പൂഞ്ചിയിലാണോ ഷൂട്ട്? അല്ല, പെയ്തൊഴിയാതെ. ആക്കല്ലേ വിവരമില്ലാത്തോണ്ടാ. അമ്മായി മറുപടി ഉമ്മച്ചേച്ചിക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇവൻ എന്തു പറയുമെന്ന് ഞാൻ നോക്കിയിരിക്കുന്നു. എന്താ ചെയ്യുന്നേ സീരിയലില്? പറയൂ. ഞാൻ പെയ്തൊഴിയാതെ സീരിയലില് നായികയായിട്ടാണ് ചെയ്യുന്നത്. എന്താ നായികയുടെ പേര്? ചാരുലത. ഓ ചാരു നിക്കൂ. ഇഷ്ടപ്പെട്ടോ? Who is this lady? എന്റെ അമ്മായിയാണ്. അതിന്റെ പഞ്ച് കേട്ടില്ലേ നീ? അമ്മായിയാണെന്ന്. അമ്മയുടെ പേരെന്താ? ഹേമ. ഹേമ. ഹേമ നല്ല പേരല്ലേ? ശരി, ഇതൊക്കെ ചേച്ചിയുടെ ആൾ ഇവനാണ്. നീ പ്രോത്സാഹിപ്പിക്കണം. ഇത് നമ്മുടെ ആള്. നിന്റെ മുഖത്ത് ഹേമന്തം. ഹേമ മാലിനി. അപ്പൊ ചാരുലതയും ഹേമ ഇന്ന് ഇവിടെ എത്തിയ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ മത്സരം അങ്ങ് തുടങ്ങിയാലോ. അപ്പൊ ഇന്നത്തെ മത്സരത്തിന് ഇന്നിവിടെ പടക്കം പൊട്ടിക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന നമ്മുടെ മത്സരാർത്ഥികളെ വിളിച്ചാലോ? അളിയാ വിളിക്കളിയാ. Come on. നമ്മൾ ഈ പ്രദേശത്ത് വന്ന ഓഡീഷനൊക്കെ നടത്തി ഏറ്റവും മികച്ച മത്സരാർത്ഥികളെയാണ് നമ്മൾ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ കൂട്ടത്തിൽ അല്ലേ എനിക്ക് ഇവിടെ നിന്ന് മത്സരിക്കാൻ താല്പര്യമുള്ള ഏതെങ്കിലും മുഖങ്ങൾ ഉണ്ടോ? ഞാൻ തരാം. എന്റെ മാനരക്ഷ കടം മേടിക്കേണ്ട അവസ്ഥ. ഇപ്പോൾ ഞങ്ങൾ ഒരു ചോദ്യം ചോദിക്കും.
ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം അറിയാമെങ്കിൽ കൈപൊക്കുക. ശരി ഉത്തരം പറയുന്ന ആളെ ആയിരിക്കും ഞങ്ങൾ ഈ മത്സരത്തിൽ സെലക്ട് ചെയ്യുന്നത്. നമ്മുടെ ഓഡീഷൻ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ഒരു 2-3 പേരുണ്ട്. ഗോപിക, രേവതി, ആർദ്ര. നിങ്ങൾക്കാണ് പ്രിഫറൻസസ് കൂടുതൽ. ഇനി ഇവർക്ക് ഉത്തരം അറിയില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് അവസരം. അതാ പെയ്തൊഴിയാതെ എന്ന സീരിയലിന്റെ സംവിധായകന്റെ പേരെന്ത്? KK രാജീവ്. KK രാജീവ്. അടിപൊളി, correct answer. correct ഉത്തരവാണ്. നായികയുടെ പേരെന്ത്? എല്ലാരും എന്റെ ദൈവമേ. ചാരുലത. ചാരുലത, ചാരി നിൽക്കൂ. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നു എന്റെ ടീമിലേക്ക് ആർദ്ര. ആർദ്രയെ തച്ചുടയ്ക്കാനായിട്ട് നമ്മൾ ഇറക്കിയാണ് ഉമ്മ ചേച്ചി. ആരെ? ഗോപിക. 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 ബാക്കിയുള്ളവർക്ക് എപ്പോ വേണോ ഈ മത്സരത്തിൽ ജോയിൻ ചെയ്യാം. അതിനുള്ള അവസരം കൃത്യമായി നിങ്ങൾ തേടിയെത്തുന്നു. എന്തായാലും നമുക്ക് ആർദ്രയെ കുറിച്ച് കൂടുതലായി അറിയാം. എന്റെ പേര് ആർദ്ര എസ് ഫ്രാൻസിസ്. ഞാൻ ഇവിടെ MSW പഠിക്കുന്നു, 2nd ഇയർ ആണ്. എവിടെ പഠിക്കുന്നു? ലോള കോളേജ് ഓഫ് സോഷ്യൽ സയൻസസ്. എന്റെ പേര് ഗോപിക. ഞാൻ തട്ടിനകത്ത് നിന്നാണ് വരുന്നത്. എവിടെന്നാണ്? തട്ടിനകം. തട്ടിനകം ബ്രദർ. അപ്പൊ ഹാപ്പിയോട് കൂടി നമുക്ക് ആദ്യത്തെ ലെവലിലേക്ക് പോവാം. അപ്പോൾ ഇന്നലത്തെ മത്സരം നടക്കുന്നത് തട്ടിനകത്ത് ബ്രദേഴ്സും എന്റെ ലോയലൈറ്റ്സും ആയിട്ടാണ്. ഫസ്റ്റ് ലെവൽ പറഞ്ഞാൽ 5000 രൂപയുടെയാണ്. ഒരു എയർ ഫ്രയറും നിന്റെതും ഒരു അയൺ ബോക്സ്. അപ്പം എയർ ഫ്രയറും അയൺ ബോക്സും ലഭിക്കാൻ പോകുന്ന ആർക്കാണ് നമുക്ക് നോക്കാം. ഇവിടെ 6 ഗ്ലാസ് നിങ്ങളുടെ മുമ്പിൽ നിരത്തി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പിൽ കുറച്ച് ബോൾസ് ഇരിപ്പുണ്ട്. ഇത് നിങ്ങൾ ബൗൺസ് ചെയ്ത് ഈ ഗ്ലാസ്സിലേക്ക് ഇടുക. നമ്മൾ 60 സെക്കൻഡാണ് സമയം. ഒരു ഗ്ലാസ്സിൽ ഒരു ബോളേ പാടുള്ളൂ. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അത് കൗണ്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് എല്ലാ ഗ്ലാസ്സുകളിലും ഏറ്റവും കൂടുതൽ ബോളുകൾ, അതായത് ഓരോരോ ബോളുകൾ വെച്ച് നിറയ്ക്കുന്നത് 60 സെക്കൻഡിനുള്ളിൽ ആരാ ചെയ്യുന്നത് അവരായിരിക്കും വിന്നേഴ്സ്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആടി മത്സരം സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. ഇവിടെ പോയി എടുക്ക്. ഒരു ബോൾ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, ഓടി വാ ഗോപികേ, വെരി ഗുഡ്. എന്റെ പൊന്നുമോളെ ഇത് ഗോപികേ. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു 2 ഗ്ലാസോടെ ഉണ്ട്. Seven, 6, 5, 4, 3, 2, 1, 0. എന്റെ ഫയൽ ജയിച്ചേ. ഈ പ്ലേറ്റിന്റെ ഇടയിൽ വെച്ച് നിന്നെ എന്തൊക്കെ തള്ളായിരുന്നു. തോക്കാൻ പോകുന്ന ആർദ്ര, ജയിക്കാൻ പോകുന്ന ഗോപിക. അങ്ങനെ ഈ മത്സരത്തിൽ ലെവൽ 1 വിജയിച്ച് 5000 രൂപ വിലമതിക്കുന്ന എയർ ഫ്രയറും അയൺ ബോക്സും സമ്മാനമായി ലഭിച്ചിരിക്കുന്നു ആർദ്രയ്ക്ക്. ഇനിയുള്ള അവസരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മുതലാക്കിയാൽ ഈ ആർദ്രയെ കമത്തി അടിക്കാനുള്ള അവസരം ഇനിയും ബാക്കിയുണ്ടല്ലേ? മേലോട്ട് നോക്കി ഇരുന്നാ മതി. അതിനെ പോയി എടുത്തിട്ട് വാ എയർ ഫ്രയറും വെച്ചോ. ഇനി ഇതേ അതും അയൺ ബോക്സും. അവന്റെ മുഖം നമുക്ക് തേച്ചൊട്ടിച്ച് വെക്കാനുള്ള വെച്ചോ. ഇതിനകത്ത് KSFE ഹാർമണി ചിട്ടിയെ കുറിച്ചൊരു കാര്യം പറയാനുണ്ട്. ശരിയാണ്. നിങ്ങൾ ഓടിപ്പോയി KSFE ഹാർമണി ചിട്ടിയിൽ ചേരുക. ആദ്യം ചേരുന്ന 100 പേർക്ക് ബമ്പർ സമ്മാനമായി ലഭിക്കുന്നു സിംഗപ്പൂരിലേക്കുള്ള യാത്ര. നമ്മൾ ഇവർക്കൊക്കെ സമ്മാനം കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന, കൈയടിക്കുന്ന, ചിരിക്കുന്ന നമ്മുടെ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒരു സമ്മാനം കൊടുക്കണ്ടേ? ഓഡിയൻസ് ക്വസ്റ്റ്യൻ. സൂര്യ TVയിൽ സംപ്രേഷണം ചെയ്യുന്ന കന്യാദാനം സീരിയലിലെ അച്ഛൻ വേഷം ചെയ്യുന്ന ദേവന്റെ കഥാപാത്രത്തിന്റെ പേര് അനന്തൻ മാഷ്. അനന്തൻ മാഷ്. കറക്റ്റ് ആൻസർ. വരണം. ഡീപോൾ കാർ ഷാമ്പു നൽകുന്ന ഒരു തകർപ്പൻ സമ്മാനമുണ്ട്. താങ്ക് യു. നമ്മുടെ സൂര്യ TVയിലെ വളരെ ഇഷ്ടപ്പെട്ട പരമ്പരയായ കോൺസ്റ്റബിൾ മഞ്ജുവിലെ ഗിരിക്ക് എത്ര സഹോദരങ്ങളുണ്ട്? സ്വപ്ന. കറക്റ്റ് ആൻസർ. പോരെ. ഫാം ഹൗസിന്റെ മിൽക്ക് ആൻഡ് കേർഡ് നൽകുന്ന ഒരു സമ്മാനം. ഈ ലെവൽ 2 മത്സരത്തിൽ കൂടെ ഗോപിക തോറ്റു കഴിഞ്ഞാൽ ഗോപികയ്ക്ക് ചിലപ്പോ പുറത്തേക്ക് പോകേണ്ടി വരും. പിന്നെ അത് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാരാണ്, ഓഡിയൻസ് ആണ് തീരുമാനിക്കേണ്ടത് തുടരണോ വേണ്ടയോ എന്നുള്ളത്. അതുകൊണ്ട് ലെവൽ 2 എന്ത് വന്നാലും നമ്മുടെ തട്ടിനകം ബ്രദേഴ്സിന് വേണ്ടി, ഉമ്മ ചേച്ചിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ജയിക്കണം. അങ്ങനെ ടോട്ടൽ 15000 രൂപയുടെ സമ്മാനങ്ങൾ നേടാൻ പോകുന്നത് ആരാണ് എന്ന് നമുക്ക് നോക്കാം. ഇതിന് ഇഷ്ടമുള്ള തക്കാളി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾ അടുക്കി വെക്കുക. ഏറ്റവും കൂടുതൽ ഹൈറ്റ് ആരാണോ 60 സെക്കൻഡിൽ എത്തുന്ന
അവർ ജയിക്കും. Your time starts Now! അങ്ങനെയല്ല, മറ്റേ പിരമിഡ് പോലെ ഇങ്ങനെ അടിക്കും, ഇങ്ങനെ തക്കാളി ഇരിക്കും, തക്കാളി ഒട്ടിയിരിക്കും, ഫെവിക്കോൾ വെച്ചാണ് തക്കാളി ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങോട്ട് ഒട്ടിച്ച് വെക്കും മോളെ, അങ്ങോട്ട് പൊക്കി വെയ്. ചേച്ചി ചെയ്തുകൂടാ, ചേച്ചി തൊട്ടുകൂടാ, തൊട്ടുകൂടാ, തൊട്ടുകൂടാ. ആക്രമിക്കരുത്. ആക്രമിക്കാൻ പിന്നെ അവളെ സഹായിക്കാൻ പിന്നെ അല്ല സഹായിക്കാൻ പാടില്ല. ആർദ്രയാണോ വിളിക്കുന്നത്? എന്താ അത്യാവശ്യം? വീട്ടിൽ നിന്ന് വിളിക്കുന്നോ? വീട്ടിൽ നിന്ന് വിളിക്കും നിന്റെ അപ്പൂമ്മ. പോടാ അവിടെ. ഗോപിക എങ്ങനെയും പൊക്കം കൂട്ട് മക്കളെ. 6 എന്റെ പൊന്നു ഗോപികയില്ലേ, 4 കണ്ണന്റെ ഗോപികയില്ലേ. 2 1 ടൈം അപ്പ്. കൈഡ് 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 കൈഡ്. എന്റെ കൊച്ചു ജയിച്ചേ. ഗോപികയെ തോപ്പിച്ച് നമ്മുടെ ആർദ്രയ്ക്ക് ലഭിച്ചിരിക്കുന്നു 15,000 രൂപ വില മതിക്കുന്ന സമ്മാനങ്ങൾ. പക്ഷേ ഗോപിക ഇനി തുടരണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ ആരുമല്ല, മറിച്ച് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ തന്നെയാണ്. ഗോപിക പോണെന്നുള്ള ഒരു കൈവക്കിയേ. എടാ വേറെ നിങ്ങൾ പറഞ്ഞു ഞാൻ വിടുന്നുണ്ടോ? പറഞ്ഞു രാഹുലേട്ടൻ വരട്ടെ. അതാണ് ഇവിടെ നമ്മൾ പേരിന് വേണ്ടി വന്ന്, അതായത് ഓരോ ദിവസം ഓരോരുത്തരുടെയാണ്. അപ്പൊ ഈ ജീവിതത്തിൽ ജയിച്ചിരിക്കുന്ന ഗോപികയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും തരികയാണ്. ഈ ജീവിതത്തിലും മുന്നേറിക്കോളൂ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ കൂടെ അടിപൊളിയായിട്ട് മത്സരിച്ച ഗോപികയ്ക്ക് പാലക്കാടൻ നാച്ചുറൽ നെല്ലരി റൈസ് നൽകുകയാണ് ഒരു നല്ല ഗിഫ്റ്റ് ആമ്പ്. ബാക്കിയുള്ളവർ വന്നേ. അപ്പൊ നിങ്ങൾക്ക് ഒരാൾക്കാണ് ഇനി വിജയുടെ ടീമിൽ ഉമ്മച്ചിയുടെ ടീമിൽ പോയി അടുത്ത തോറ്റ് നാണം കടാനുള്ള അവസരം ലഭിക്കാൻ പോകുന്നത്. അതിന് ഞാൻ അനുവദിക്കത്തില്ല. ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടല്ലോ അല്ലേ? നിങ്ങൾ ആർക്കാ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം? അതിപ്പോ എല്ലാവർക്കും അറിയാന്ന്. ശരി, നമ്മളൊരു മ്യൂസിക് പ്ലേ ചെയ്യും, നിങ്ങൾ അതിൽ പെർഫോം ചെയ്യുക. പെർഫോം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മുഖം കൊണ്ട് മാത്രം നൃത്തം ചെയ്ത് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആയിരിക്കും നോക്കുന്നത് കേട്ടോ. മുഖത്തെ എക്സ്പ്രഷൻസ് ആണ് നോക്കുന്നത്. വരട്ടെ, അഭിനയം വരട്ടെ. മുഖം മാത്രം, മുഖം മാത്രം. കണ്ണിലേവാ കയ്യെ നനയ്ക്കാൻ പാടില്ല. ആരാണ് നല്ലത് മനസ്സിലാവുന്നില്ലോ ചേച്ചി. അവിടെ ഒരാൾ ചേട്ടാ, ചേട്ടന്റെ മുതുകത്താരെങ്കിലും തടകപ്പെട്ടോ? കാര്യം കഴിയാനെനിക്കൂടാ. മ്യൂസിക് ശ്രദ്ധിക്കും. എടേ ആ ബൊമ്മയ്ക്ക് എത്ര വിലയുടെ? നമ്മളെ കടയുടെ ഫ്രണ്ടിലൊക്കെ നിർത്തിയിരിക്കില്ലയോ? അത് പാടിക്കോ അളിയാ, പാടിക്കോ. അടിക്കാതാ പിന്നെ പിന്നെ നനയാതാ പിന്നെ പിന്നെ തീയും അണയാതാ പിന്നെ പിന്നെ കൺഭാഷ பேசினாய் நான் என்ன செய்வேன் கன்ஃபியூஷன் ஆகிறேன் புல்லே பறக்க பறக்க துடிக்குது பழக பழக பிடிக்குது பழைய ரணங்கள் மறக்க. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്തത് രാഹുലും ആ മോളുമാണ്. അതിൽ രണ്ടിലും ഒരാളെ വേണം സെലക്ട് ചെയ്യാൻ. രാഹുലും ആരും കറക്റ്റ് ആയിട്ട് ചെയ്യും. നമുക്ക് ഇപ്പൊ ഓൾറെഡി ഒരു പെൺതരി ഉള്ള സ്ഥിതിക്ക് രാഹുലെ അടിച്ചു കേറി വാ. പരിചയപ്പെടുത്തു, ഞങ്ങൾ അറിയട്ടെ താങ്കൾ ആരാണ്? എന്റെ പേര് രാഹുൽ. ഞാനും ഇവിടെ MSW ചെയ്യുകയാണ്, ലോയോള കോളേജ് ഓഫ് സോഷ്യൽ സയൻസിൽ. കൊല്ലത്ത് നിന്നാണ് വരുന്നത്. കൊല്ലം മലനാടയാണ് സ്വദേശം. ഓക്കെ, ഞാനേ അതെ ഇപ്പൊ പ്രൊമോ കണ്ട സമയത്ത് തുണിയൊക്കെ അടുക്കി വെച്ച് വിൽക്കുന്ന പോലെയൊക്കെ, എന്താ തുണിക്കച്ചവടാണോ ജോലി? അതെ അതെ, തുണിക്കച്ചവടാണ്. അതും നമ്മള് സ്കൂട്ടറിൽ കൊണ്ടുപോയിട്ടാണ് തുണി വിൽക്കുന്നത്. അതേപോലെ തന്നെ വള്ളത്തിലും വിൽക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ എല്ലാ പണികളും ചെയ്യുന്ന ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഐ ലവ്ഡ് ഇറ്റ് അലിയ. ശരി, അപ്പോ നമുക്ക് ലെവൽ 3 ഗെയിമിലേക്ക് പോകാം. 15,000 രൂപ വിലമതിക്കുന്ന ഒരു വാഷിംഗ് മെഷീനാണ് സമ്മാനമായി ലഭിക്കുന്നത്. ടോട്ടൽ കിട്ടാൻ പോകുന്നത് 30,000 രൂപയുടെ സമ്മാനമാണ്. നേരത്തെ ഉള്ളതും കൂടെ കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് കേട്ടോ രാഹുൽ. ആൺകുട്ടികൾക്ക് തുണി കഴുകാൻ പൊതുവെ മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പൊ അതുകൊണ്ട് വാഷിംഗ് മെഷീൻ സ്വന്തമാക്കിയേ പറ്റുള്ളൂ എന്നൊരു ആവശ്യകത കൂടെ ഉണ്ട്. ഉറപ്പായിട്ട് രാഹുൽ സ്വന്തമാക്കും. ബ്രെഡ് ഉണ്ട്, ഹാപ്പി പീനട്ട് ബട്ടർ ഉണ്ട്, സ്പൂൺ ഉണ്ട്, പ്ലേറ്റ് ഉണ്ട്. എന്തുകൊണ്ട് പരിപാടി? ഞാൻ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ള സാധനം ഹാപ്പി പീനട്ട് ബട്ടർ. അത് സത്യമാണ് കേട്ടോ. സംഭവം എനിക്ക് ഗെയിം മോഡൊക്കെ പോയി വാരി തിന്നാൻ തോന്നുക.
നിങ്ങൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രെഡ് എടുത്ത് ഈ പ്ലേറ്റിൽ വെക്കുക, ആ. കുറച്ച് ഹാപ്പി പീനട്ട് ബട്ടർ ഇങ്ങനെ എടുത്തിട്ട് അതിൽ സ്പ്രെഡ് ചെയ്യുക, എന്നിട്ട് അതിങ്ങനെ ചെയ്യേണ്ടത് റോൾ ചെയ്യുക, വെക്കുക. ഏറ്റവും കൂടുതൽ ബ്രെഡ് റോൾസ് ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കും ജയിക്കുന്നത്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഒരു കൈ ഉപയോഗിക്കും. ആ, അത് ശരിയാ. 60 സെക്കൻഡ് സമയമുണ്ട്. Your time starts Now. എന്ത് വന്നാലും വിട്ടുകൊടുക്കരുത്. ഹാപ്പിയുടെ പീനട്ട് ബട്ടറിന് ടേസ്റ്റ് ഉള്ളതാണ്. ആവശ്യത്തിന് നന്നായിട്ട് കോരിയിടൂ. spread ചെയ്യ്. നന്നായിട്ട് നന്നായിട്ട് spread സ്പ്രെഡ് ചെയ്താൽ നന്നായിട്ട് റോൾ ആയിട്ട് ഒട്ടിയിരിക്കും. നന്നായിട്ട് സ്പ്രെഡ് അത്രയ്ക്ക് നല്ലതാണ്. ടെക്നിക്ക് പറയരുത്. അപ്പുറത്ത് നോക്കിക്കൊണ്ടിരിക്കാതെ നന്നായിട്ട് ഇട്ടോ. ഒന്നും നോക്കണ്ട. ഈ മത്സരം മതി, അത് മതി, നല്ല അത് മതി. മനോഹരമായിട്ടുള്ള ഒരു മത്സരമാണ്. മേശരി അങ്ങോട്ട് വാരിയിട് 40 ചാന്ത്. സെക്കൻഡ് സമയം കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതലായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നു പീനട്ട് ബട്ടറാണ്. നിങ്ങളൊക്കെ രണ്ടാമത്തെ ബട്ടർ എടുത്തിരിക്കുകയാണ്. സമയം തീർക്കണം, അല്ലെങ്കിൽ ഹാപ്പിയുടെ പീനട്ട് ബട്ടർ. ഇനി 5 സെക്കൻഡ് കൂടെ. 4 3 2 1 and out. ഹാപ്പി പീനട്ട് ബട്ടർ, വെരി ടേസ്റ്റി. അല്ല, ഇതിൽ സത്യസന്ധമായിട്ട് പറഞ്ഞ രാഹുലിന് ഒരെണ്ണം ചെയ്തത് ഒന്ന് ഒടിഞ്ഞു മടങ്ങിപ്പോയി. പക്ഷെ ഇത് രണ്ടും ഓക്കെ, അത് 3 എണ്ണം ഓക്കെ. ഓക്കെ, ജയിച്ചിരിക്കുന്നു ആർദ്ര. 30,000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളുമായി മുന്നോട്ട് പോകുന്നു നമ്മുടെ സ്വന്തം ആർദ്ര. ഒരു ലക്കി ഡ്രോയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ശ്യാമിനി നോളൻ. ഈസ്റ്റേൺ കറി പൗഡർ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പറാണ് ശ്യാമിനിക്ക് കിട്ടുന്നത്. ഈസ്റ്റേൺ 5 മിനിറ്റ്സ് കിടിലം ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ ഈ കവറിലുണ്ട്. ശ്യാമിനി ട്രൈ ചെയ്യണം. ആർദ്രയ്ക്ക് നല്ലൊരു കൈയടി. ഈ ലെവലിനൊരു പ്രശ്നമുണ്ട്, ഇതൊരു ജാക്ക് പോട്ട് റൗണ്ടാണ്. ഇതിൽ ആക്ച്വലി ടാലന്റിന് ഒന്നും ചെയ്യാനില്ല, ലക്കാണ് ഫാക്ടർ. അതായത് നമ്മളിവിടെ 2 കുടം തൂക്കിയിടും. ആ ഒരു കുടത്തിനകത്ത് എല്ലാ സമ്മാനങ്ങളുടെ വാല്യൂ ഉള്ള ഒരു എമൗണ്ട് ഉണ്ടാവും. അതുപോലെ മറ്റേ കുടത്തിനകത്ത് ഒന്നും ഉണ്ടാവില്ല. ആർദ്രയ്ക്ക് എന്താണോ കിട്ടുന്നത് അതേ കയ്യിലിരിക്കൂ, മറ്റത് രാഹുൽ കൊണ്ടുപോകും. ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് വേണ്ടിട്ടേ നമുക്ക് ആർദ്ര പറയുന്ന നമ്മുടെ ഏതെങ്കിലും ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ള അവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ അടിക്കും. ആർദ്ര പറ, ഏതടിക്കണം? ഇതടിക്കണോ? ചെറുതായിട്ട് തട്ടി. ആർദ്ര പറഞ്ഞു ഇതടിക്കാൻ. ചേച്ചി, ഉമ ചേച്ചി. അല്ല, അത് വേണ്ട, നീ പൊട്ടിക്കടാ മോനെ. അല്ല പിന്നെ എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കൂ. എന്തിന്? തുറന്നു കളിയാ. ഇതാ ഈ ഗെയിമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാവർക്കും ബൈ ബൈ. ഇതിൽ ആർക്കാണ് സമ്മാനം കിട്ടാൻ പോണെന്ന് നോക്കാം. ബൈ ബൈ. ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലും തേർഡ് ലെവലും നമ്മൾ താഴെ നിന്നെങ്കിലും തോറ്റവന്റെ വേദന മനസ്സിലാക്കണ്ടേ? പക്ഷെ നന്നായിട്ട് കളിച്ചു. പക്ഷെ ഭാഗ്യം രാഹുലിനായി പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചേച്ചി ഒന്നും കഴിഞ്ഞില്ല, ഔട്ടായിട്ടൊന്നുമില്ല. അല്ലല്ല, അതായത് ലെവൽ 4 നോക്കൗട്ട് ആണ്. ആ ലെവൽ 4 മത്സരിക്കാൻ പോകുന്നത് ആർദ്രയും. ഒരു പ്രാവശ്യം ജയിച്ചതിന്റെ സന്തോഷം പങ്കിടാൻ നീ സമ്മതിക്കില്ലേ? കഷ്ടോടാണ് നീ. കണ്ണടി വേദ നല്ലത്. കളിച്ചിട്ടുള്ള സമ്മാനമെല്ലാം ഒന്നാമത്തെ ലെവലിൽ തോറ്റിട്ടും രണ്ടാമത്തെ ലെവലിൽ തോറ്റിട്ടും മൂന്നാമത്തെ ലെവലിൽ തോറ്റിട്ടും നമ്മൾ പിൻവാങ്ങിയില്ല പ്രിയപ്പെട്ടവരെ. ഞാനും ഉമ്മച്ചേച്ചിയും രാഹുലും നമ്മുടെ പ്രിയപ്പെട്ടവരും അടങ്ങുന്ന ടീം അങ്ങനെ ഈ കള്ളന്റെ ചതിയന്റെ കൊള്ളക്കാരന്റെ ടീമിനെ തോപ്പിച്ച 30,000 രൂപ നേടിയിരിക്കുകയാണ്. ഇവിടെ ഒന്നും മത്സരം അവസാനിച്ചിട്ടില്ല. ഓരോ ലെവലിലും നമ്മൾ സസ്പെൻസ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ലെവൽ 4 മത്സരത്തിൽ വിജയിച്ച് ഈ സമ്മാനങ്ങൾ നേടി ഇനി പോകുന്നത് ആര് എന്നറിയണമെങ്കിൽ നിങ്ങൾ ഒരു ദിവസം കൂടെ കാത്തിരിക്കേണ്ടി വരും. ഞങ്ങൾ തിരിച്ചു വരും നാളെ വൈകുന്നേരം 6 മണിക്ക്. അപ്പൊ നിങ്ങൾ ആരും മറക്കണ്ട,
തിങ്കളാഴ്ച മുതൽ പെയ്തൊഴിയാതെ എന്ന സീരിയല് ദേ അമ്മായിയമ്മയും മരുമോളും കൂടെ വരുവാണ് നിങ്ങളുടെ വീട്ടിലേക്ക്. അത് മറക്കാതെ കാണുക. പെയ്തൊഴിയാതെ KK രാജീവ് പരമ്പര. ഓക്കെ, അപ്പോ ഞങ്ങൾ പോകുന്നു വീട്ടിലേക്ക്. ഞങ്ങൾ തിരിച്ചു വരും നാളെ നിങ്ങളുടെ വീട്ടിലേക്ക്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈജി ഫ്യൂച്ചർ അടിച്ച് കേറിവ, കോ ബ്രാൻഡഡ് ബൈ KSFE ഹാർമോണി ചിട്ടികൾ. ബാക്കിയും കൂടെ നീ അങ്ങ് പറഞ്ഞോ. സ്പെഷ്യൽ പാർട്ണർ ISSD. ഒരു ജോലിക്ക് വേണ്ടി പഠിക്കണമെങ്കിൽ ISSD യിൽ പഠിക്കൂ. ആൻഡ് ഹാപ്പി ജാം.